ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നോമ്പുകാല ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. ക്രൈസ്തവ ലോകം വ്രതാനുഷ്ഠാന നാളുകളിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നു. ഭൂമിയും ഭൂമണ്ഡലവും ചൂടുപിടിക്കുന്ന കാലം. മനുഷ്യമക്കളുടെ ഹൃദയത്തിലും ആത്മീയതയുടെ ചൂട് വർദ്ധിക്കുന്ന കാലം. ഒരു യഥാർത്ഥ ഭക്തന്റെ ജീവിതശൈലിയിൽ നോമ്പ് ഒരു ലഹരിയാണ്. ഭൗമിക ലോകം മേൽത്തരമായ വീഞ്ഞിനെയാണ് ലഹരിക്കായി ഉപയോഗിക്കുന്നത്. അതേ മേൽത്തര വീഞ്ഞിനാൽ ലഹരി പിടിച്ച ഒരു വിവാഹ ഭവന ചിത്രീകരണമാണ് നോമ്പ് ഭക്തർക്ക് ധ്യാന വിഷയമായി ആത്മീയ പിതാക്കന്മാർ അറിഞ്ഞു നൽകിയിരിക്കുന്നത്. സുവിശേഷകനായ യോഹന്നാൻ മാത്രം സവിസ്തരം പരാമർശിച്ചിരിക്കുന്ന കാനായിലെ കല്യാണം, ആ വിവരണം നോമ്പിന് മുമ്പ് അവതരണ വിഷയമാക്കിയതും നോമ്പ് വൈവാഹിക ബന്ധത്തിലെ ലഹരിയെ സൂചിപ്പിക്കുവാനാണ്. ഈ സൂചനയിലെ മുഖ്യ കഥാപാത്രം മണവാളനാണ്. അത് രക്തവർണം ചുറ്റിയ മണവാളനായി ജ്ഞാനിയായ ശലോമോൻ സൂചിപ്പിച്ചിരിക്കുന്നു. മണവാട്ടിയോ അർഹതയില്ലെന്ന് ഹൃദയത്തിൽ നനച്ച തിരുസഭയാണ്. ശരീരവും രക്തവും ജീവനും ജീവിതവും ആശയും പ്രത്യാശയും നൽകി കുപ്പക്കുഴിയിൽ നിന്നും ഉയർത്തിയെടുത്ത മണവാട്ടി, ആ മണവാട്ടിയാണ് കാനായിലെ കല്യാണ ദിനത്തിലെ രണ്ടാം കഥാപാത്രം. ഓരോ നോമ്പുകാരനും ഹൃദയത്തിൽ കുറിച്ചിടണം. കേവലം നിറഗുണമണ സൗന്ദര്യമില്ലാത്ത പച്ചവെള്ളത്തെ ആ മണവാളൻ്റെ ഒറ്റ നോട്ടം നിറഗുണമണ സൗന്ദര്യ ലഹരി നിറഞ്ഞ ഒന്നായി രൂപപ്പെടുത്തി. ആ മണവാളനോടൊപ്പം ആമോദിക്കുവാൻ അവൻ അറിഞ്ഞു തന്ന ദിനമാണ് നോമ്പ് ദിനം. നിത്യമണവാളനായ ക്രിസ്തുനാഥൻ്റെ സാന്നിധ്യവും സാമീപ്യവും പങ്കുവെക്കലും മണവാട്ടിയായ തിരുസഭയ്ക്ക് രൂപാന്തരണം നൽകും. ഈ സത്യത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. മറക്കരുത്, മണവാളനോടൊപ്പമുള്ള വാസത്തിനായി നാം ഈ നാളുകളിൽ ചെയ്യേണ്ട 7 സുഹൃതങ്ങളുണ്ട്. 1. അവിഹിതമായ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, തുടർന്നും. 2. നമ്മെ അടിമയാക്കിയതിൽ നിന്നും നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം. 3. നാം ഒന്നിനും അടിമയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ജീവിക്കുവാൻ. 4. വിശന്നവന് നാം അപ്പമാകണം. 5. ദാഹിക്കുന്നവന് നാം വെള്ളമാകണം. 6. നഗ്നന് നാം വസ്ത്രമായി രൂപപ്പെടണം. 7. സഹോദരനോട് നിനക്കുള്ള മത്സരം ഒഴിവാക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ വീണ്ടും അദ്ദേഹം പറയുന്നു, ഈ 7 ധർമ്മങ്ങൾ പാലിച്ചാൽ നോമ്പ് നിന്റെ ജീവിതത്തിൽ പ്രകാശമായി വിളങ്ങും. നിന്നിലെ മുറിവുകൾ സൗഖ്യമാകും. നീ നീതിയുടെ പാതയിൽ നടക്കും. സത്യം നിനക്ക് അരക്കച്ചയാകും. അപ്പോൾ നിന്റെ അധരം പൊഴിക്കുന്ന യാചന ദൈവസന്നിധിയിൽ മാന്യതയുള്ളതായി ദൈവം പരിഗണിക്കും. ഇതാണ് നോമ്പിൻ്റെ മഹത്വം. നോമ്പ് ഏവർക്കും അനുഗ്രഹദായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.